+1 സീറ്റ് വിഷയത്തിൽ MSF വിദ്യാഭ്യാസ ഡയറക്ടറെ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ആദ്യം ദൃശ്യങ്ങൾ കാണാം. ജിബിൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, വ്യാപകമായ പ്രതിഷേധത്തിന് തന്നെയാണ് MSF ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരത്തും ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കണ്ടത്. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ പൂട്ടിയിടുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്? ആര്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി MSF സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ഈ ഒരു +1 സീറ്റ് വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു പ്രതിഷേധമെങ്കിൽ ഇത്തവണ ഇന്നു മുതൽ ഈ ഒരു സമരം അവർ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. അവർ എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുമ്പോൾ മലബാർ മേഖലയിൽ ഇത്രയും അധികം സീറ്റ് ഒഴിവുകൾ ഉണ്ടായിട്ടും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കള്ളമാണ്. വിദ്യാഭ്യാസ മന്ത്രി രാവിലെ പറഞ്ഞത് 2900-ലധികം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇനി അഡ്മിഷൻ കിട്ടാനുള്ളത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി രാവിലെ പറഞ്ഞത്. പക്ഷേ അതല്ല, ആ കണക്ക് ശരിയല്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ കണക്ക് കൊടുത്ത് പറ്റിച്ചത് ഈ വിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള IAS കാരനായിട്ടുള്ള ഷാനവാസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ ഒരു കള്ളക്കണക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധമെന്നാണ് ഈ MSF പ്രവർത്തകർ പറഞ്ഞത്. ഈ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടർ കള്ളക്കണക്ക് കൊടുത്ത് പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഉപരോധിച്ചത്. ഇന്ന് ഈ പ്രതിഷേധവുമായി ഇവിടെ എത്തിയ MSF പ്രവർത്തകർ ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് കടക്കുകയും വിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള ഷാനവാസിനെ അദ്ദേഹത്തിന്റെ മുറിയിൽ പൂട്ടിയിടുകയും അതിനകത്ത് തന്നെ ഇവർ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുമായിരുന്നു. വിദ്യാഭ്യാസ ഡയറക്ടറിന്റെ ഓഫീസിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഡയറക്ടറിന്റെ നെയിം ബോർഡൊക്കെ തന്നെ ഇവർ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇവർ എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് മലബാർ മേഖലയിൽ നിന്നാണ് ഏറ്റവും അധികം മന്ത്രിമാരൊക്കെ തന്നെ ഈ ഒരു മന്ത്രിസഭയിലുള്ളത്. അവർ എന്തുകൊണ്ടാണ് അവരുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നില്ല? മുഖ്യമന്ത്രി പോലും ഈ ഒരു മലബാർ മേഖലയിൽ നിന്നാണ്. മുഖ്യമന്ത്രിക്ക് പോലും സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ ഒരു വിഷയം മനസ്സിലാക്കുന്നില്ല. അവർ പുതുതായിട്ട് ബാച്ചുകൾ അനുവദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം MSF ഈ ഒരു +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിഷേധം ഇനി മുതൽ അവർ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ നടുലോട്ടിൽ തടയാനും അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന വിദ്യാഭ്യാസ മന്ത്രിയെ തടയുന്ന അടക്കമുള്ള സമരപരിപാടികളുമായി അവർ മുന്നോട്ട് പോകുമെന്നാണ് ഇന്ന് MSF പ്രവർത്തകർ പറഞ്ഞത്.